ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ കർക്കിടകം 1 എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നാളെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരു 10 ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നോണൊന്നും വാങ്ങിക്കില്ല കേട്ടോ. അങ്ങനെയാണ് പതിവ്. ചിലവരും ഒരു മാസം ഫുള്ള്, കർക്കിടക മാസം ഫുള്ളായിട്ടൊന്നും വാങ്ങിക്കില്ല, രാമായണ മാസമൊക്കെ അല്ലേ, അതുകൊണ്ട്. പക്ഷേ നമ്മളൊരു 10 ദിവസമൊക്കെ നമുക്ക് ക്ഷമ പോകുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ നോണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പയറുപ്പേരി, മാങ്ങച്ചാറ്, പപ്പടം, അങ്ങനെ എല്ലാം കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ഊണുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില വീട്ടിലൊക്കെ കുറച്ച് കേമത്തിലാണ് ഈ ഒരു ദിവസം ചെയ്യാറും, കാരണം ശിബോധിക്ക് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് പണ്ടൊക്കെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും അമ്മയ്ക്ക് പോലും അറിയില്ല കേട്ടോ അതെങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം വെയിലൊക്കെ ഒന്ന് ആറിയപ്പോൾ, ഇപ്പോൾ നല്ല വെയിലാണ്, മഴയൊന്നുമില്ല. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിയപ്പോൾ അത് അമ്മ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ മുല്ലക്കാട് വന്നിട്ടേ, മുല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് ഭയങ്കര കാട് പോലെയാണ് കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രീഷ്മ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗത ചൂലെടുത്തിട്ട് മുറ്റടിക്കാനൊക്കെ നിന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മുടെ സംക്രാന്തിയുടെ ക്ലീനിങ് വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊട്ടീനെ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജീനെ കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജീനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇന്നത്തെ ഒരു ദിവസത്തിനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആകെ കൂടിയിട്ടുള്ള ഒരു ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഓൾറെഡി നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിത് ആ മുറ്റൊക്കെ അടിച്ച്, അതുപോലെ തന്നെ അകത്തൊക്കെ അടിച്ച് തുടച്ചിട്ടിട്ട് കുളിച്ചിട്ട് വിളക്ക് കാട്ടുക. പിന്നെ അതിന് മുന്നോടിയായിട്ട് നമ്മളിതാ ഒരു പൊട്ടീനെ കളയണ ഒരു ചടങ്ങും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ വീട്ടിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണ് കണ്ട് വളർന്നെടുക്കുന്നത്. അമ്മ ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് കേട്ടോ അങ്ങനെ പൊട്ടീനെ കളയാറാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് പറയുന്നതാണ്, കാണിക്കുന്നതാണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പത്തിനും ആദീനെയും സ്കൂളിൽ നിന്ന് കൊടുന്നിട്ടുണ്ടായിരുന്നു. ഞാനല്ല കൊടുന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അച്ഛനാട്ടോ കൊടുന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഒന്ന് ഫ്രീ ആയിരുന്നു. അപ്പോൾ അച്ഛനാണ് അവനെ സ്കൂളിൽ നിന്ന് കൊടുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം തന്നെ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു അവിലൊക്കെ നമ്മൾ നനച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അതിങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ ഒരു ഉണ്ട ഉണ്ടാക്കിയെടുക്കണത്. അത് അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊന്നും സ്കൂളിൽ കൊടുത്തു വിടാൻ പാടില്ല, അവന് ഇഷ്ടമല്ല കേട്ടോ അതൊന്നും. അപ്പോൾ അതൊന്നും കഴിക്കില്ല. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അതാ എൻ്റെ പണികളിലേക്ക് കടന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമുക്ക് വീടിൻ്റെ അകം ഫുള്ളൊന്ന് അടിച്ചോരിടണം കേട്ടോ. പിന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ വേഗം പിന്നെ അടിച്ചു വരാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടിച്ചു വരാൻ നിന്നപ്പോൾ അമ്മയുടെ പണികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, അമ്മയ്ക്ക് ഈ പൊട്ടീനെ കളയണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ മേല് കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മേല് കഴുകിയിട്ട് അമ്മ ചെയ്യാം എന്നുള്ളൊരു ഇതിലിരുന്നു. നമ്മളൊന്നല്ല കേട്ടോ ചെയ്യാറ്, അമ്മ തന്നെ ചെയ്യാറാം. അപ്പോൾ അമ്മ ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കിണ്ടിയിലൊക്കെ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മുടെ തുളസിപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു ഇല കൊടുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തിരിയൊക്കെ നനച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് വീടിൻ്റെ ബാക്ക് വശത്തു നിന്ന് കേട്ടോ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കൂടെ ഇങ്ങനെയും പറയൂ കേട്ടോ. ഇങ്ങനെ പൊട്ടിപ്പുറത്ത് ശിബോധി അകത്ത് എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ നമ്മുടെ റൂമിൻ്റെയും ഹാളിൻ്റെയും കിച്ചണിൻ്റെയും അങ്ങനെ എല്ലാ സ്ഥലത്തെയും മുക്കിലും മൂലക്കിലും ഇതിങ്ങനെ തിരി ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇത് ചിലർക്കൊക്കെ കാണുമ്പോൾ ഒരു അന്ധവിശ്വാസമായിട്ട് തോന്നാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പം തൊട്ട് നമ്മളിത് കണ്ട് വളർന്ന കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഇതുപോലെ ചാലിലൂടെ ഇങ്ങനെ ഒഴുക്കി വിടും കേട്ടോ. ചാലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് വല്ല തോടോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴുകി പോകണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൊരിതാണ് കേട്ടോ. നെഗറ്റീവ് എനർജീനെ നമ്മളിതാ പുറന്തള്ളി എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒന്നും കൂടി അടിച്ചു വാരുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് സ്പീഡപ്പായിട്ട് ഒന്ന് അടിച്ചു വരുന്നുണ്ട് അമ്മ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പോയിട്ട് കുളിച്ചിട്ടുണ്ട് കേട്ടോ. കുളിച്ചിട്ട് ഞാനിതാ വിളക്ക് കാട്ടാൻ നോക്കിയിട്ടുണ്ടേ.
ഇതാ വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാമം ചെല്ലാൻ പോവാം. അപ്പോൾ നാളെ 1-ാം തീയതിയാണ് കർക്കിടകം 1. അപ്പോൾ നാളെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, 1-ാം തീയതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സംക്രാന്തിക്ക് ഇങ്ങനെ പൊട്ടീനെ കളയലൊക്കെ ഈ ഒരു രീതിക്കാട്ടോ നമ്മൾ ചെയ്യാറും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വന്ദകം കമർച്ചന്ദ പ്രാപ്നുർമാനവാശുഭം കോധർമ്മ സർവധർമാണാം ഭവത പരമോ മദാ കിം ജപമുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത് ജഗത്പ്രഭും ദേവദേവം. അപ്പോൾ ഇതാ ഈ വർഷത്തെ ഒരു കർക്കിടക സംക്രാന്തിയും അതിൻ്റെ പണിയും തിരക്കും പൊട്ടി കളയലും എല്ലാം ഇതോട് കൂടിയിട്ട് അങ്ങോട്ട് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വർഷത്തിനായിട്ടുള്ളൊരു കാത്തിരിപ്പാണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.